ഇപ്പോൾ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ അത്തരം വിവരങ്ങൾ കൈമാറുമോ പോലീസിന്? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഓണത്തിൻ്റെയൊക്കെ സമയമായി വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇല്ല, ഞാൻ അതിനകത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. കോൺഗ്രസ് പാർട്ടി കൈവിട്ട സ്ഥിതിക്ക് ഈ ആരോപണ വിധേയൻ രാജിവെക്കണം എന്നുള്ളതാണോ ആവശ്യം? അല്ല, അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല. അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട കാര്യം. ആരാണ് വന്നിരുന്നു വി ഡി സതീശൻ അനാവശ്യമായിട്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചെടുക്കരുത് എന്നൊക്കെ. ഏതായിരുന്നു അതിനൊരു സാഹചര്യം? എന്തായിരുന്നു ഇത്രയും ദിവസത്തിന് ശേഷം വലിയൊരു ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും തോന്നിയിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു. എന്തോ തരം ഗൂഢാലോചനകളൊക്കെ ആണെന്നുള്ളത്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മണ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു എന്ന് മാത്രമേ.